ഹലോ, എല്ലാ പൊതുജനങ്ങൾക്കും നമസ്കാരം. ആദ്യം തന്നെ ഞാൻ പറയുന്നു, പൊതുബോധവും പൊതുകാര്യങ്ങൾ അറിയണം താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അല്ലാത്തവർ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. ഇന്ത്യയിലും കേരളത്തിലെയും ഒരു മാധ്യമങ്ങളും അതേപോലെ ഒരു സോഷ്യൽ മീഡിയയും ചർച്ച ചെയ്യാത്ത ഒരു കാര്യം ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലുള്ള രാജ്യസഭ, ലോകസഭ എല്ലാ എം പിമാരുടെയും ഫണ്ട് ലിസ്റ്റ്, അതായത് ഇവർ എത്ര ചെലവാക്കി, എത്ര പൈസ ഇവർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി എത്ര പ്രൊജക്റ്റുകൾ പാസ്സാക്കേണ്ടത്, എത്ര പ്രൊജക്റ്റുകൾ ചെയ്തു എന്നുള്ള മൊത്തം ലിസ്റ്റ് നമ്മുടെ വിരൽത്തുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് നമ്മുടെ പാലക്കാടിലെ എം പി ആയ നമ്മുടെ വി കെ ശ്രീകണ്ഠൻ നായരുടെ ലിസ്റ്റ് ഞാൻ എടുത്തപ്പോൾ ഏകദേശം ആൾക്ക് എം പി ഫണ്ടിക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് 9 കോടിയാണ്. അതിലാൾ ചെലവാക്കിയിരിക്കുന്നത് 2 കോടിയാണ്. 30 സംതിങ് പ്രൊജക്റ്റാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാടുണ്ട്. ഓക്കെ, ഇതേപോലെ എല്ലാ മണ്ഡലങ്ങളിലെയും എല്ലാ സ്ഥലങ്ങളിലെയും എം പികളുടെ ഫുൾ ലിസ്റ്റും കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് എം പി ലാഡ്സ് എന്നുള്ളത് സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ എം പി ഫണ്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറേ സൈറ്റുകൾ വരും. അതിലേത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. സോ ഇതൊന്നും രാഷ്ട്രീയക്കാരോ മാധ്യമങ്ങളോ ഒരാളും ചർച്ച ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്, നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ. പക്ഷെ ആരും ഇത് ചർച്ച ചെയ്യുന്നില്ല. സോ നിങ്ങളും നിങ്ങളുടെ നാട്ടിലുള്ള എം പിമാരുടെയൊക്കെ എല്ലാ ലിസ്റ്റുകളും നിങ്ങൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തുക, ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ചെയ്തെന്നുള്ളത് താരതമ്യപ്പെടുത്താനുള്ള ഒരു കാര്യം കൂടിയാണ് ഇത്. സോ നമുക്ക് ആരുടെയും പിന്നിൽ പോയിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും, പഞ്ചായത്തിൻ്റെ ആയിക്കോട്ടെ, ജില്ലേൻ്റെ ആയിക്കോട്ടെ, കേരളത്തിൻ്റെ ആയിക്കോട്ടെ, അതേപോലെ ഇന്ത്യയുടെ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് സിമ്പിളായിട്ട് അറിയാൻ പറ്റും. പക്ഷെ അതാരും അറിയാൻ ശ്രമിക്കുന്നില്ല. പലവരും അറിയാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നു, പക്ഷെ അറിയേണ്ട പല കാര്യങ്ങളും അറിയാതെ വിട്ടുപോകുന്നുണ്ട്. സോ ഇതെല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങളുടെ എം പിമാരുടെ ഫണ്ടിൻ്റെ മൊത്ത ലിസ്റ്റ് കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് നോക്കുക.